ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷാസ് കിച്ചൻ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ഒന്നാന്തരം ഒരു തണ്ണിമത്തൻ ജ്യൂസുമായിട്ടാണ്. തണ്ണിമത്തൻ അല്ലെങ്കിൽ വത്തക്ക എന്നും പറയും. അപ്പോൾ ഇത് ഇനിയിപ്പോൾ ചൂടുകാലമൊക്കെ ആയി തുടങ്ങിയല്ലേ, അപ്പോൾ എന്തായാലും നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു ജ്യൂസ് തന്നെയാണിത്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ജ്യൂസ് റെഡിയാക്കാനായിട്ട് ഒരു വലിയ കഷ്ണം വത്തക്ക എടുത്തിട്ടുണ്ട്. പിന്നെ 3 ഗ്ലാസ് പാല്, പിന്നെ കുറച്ച് ഐസ് ക്യൂബ്, പിന്നെ കുറച്ച് കസ്കസും എടുത്തിട്ടുണ്ട്. ഇനി ഈ കസ്കസിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കുതിർത്തിയെടുക്കണം. ഒരു 10 മിനിറ്റ് വെച്ചാൽ മതി, അപ്പോഴേക്കും നന്നായിട്ട് തന്നെ കുതിർന്ന് വരും. നല്ല തണുത്ത വെള്ളം 1 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. പിന്നെ 1 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ച് പഞ്ചസാരയുടെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം. ഇനി ജ്യൂസ് റെഡിയാക്കാനായിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഐസ് ക്യൂബും തണുത്ത വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സിയിലിട്ട് അരച്ചെടുക്കണം. പഞ്ചസാരയൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് കുതിർന്ന് വരണം. വത്തക്ക ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി പഞ്ചസാര വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിൽ തന്നെ ഈ ബൗള് കവർ ചെയ്തെടുക്കാം. ഇനി ഇതിന് മുകളിലേക്ക് കുതിർത്ത് വെച്ച കസ്കസും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് പ്രത്യേകിച്ചൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, കാരണം ഇങ്ങനെ തന്നെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ജ്യൂസ് തന്നെയാണിത്. ഇനി ബാക്കിയുള്ള വത്തക്ക 2 ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുത്ത് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ 6 പേർക്ക് കഴിക്കാനുള്ള ജ്യൂസാണ് ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ടേസ്റ്റിയായ വത്തക്ക ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻ്റ് അറിയിക്കാൻ മറക്കരുത്. എൻ്റെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരായും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്